മോഡ്യൂൾ 2-ൻ്റെ ലെസൺ 3-യിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ന്യൂമോണിയയെക്കുറിച്ചാണ്. ചെറിയ അണുബാധ വലിയ അപകടമാവുന്നത് എപ്പോഴാണ്? ഡോക്ടറെ ഒരു ചെറിയ ജലദോഷമായിട്ട് തുടങ്ങിയതാണ്, പിന്നെ അത് വളരെ ശക്തമായിട്ടുള്ള ചുമയായി, ചുമയോടൊപ്പം പിന്നെ അത് പനിയായി, ഇപ്പോഴിതാ ശ്വാസം മുട്ടുന്നു. ന്യൂമോണിയ എന്നാൽ കാറ്റ് നിറഞ്ഞ ബലൂണിൽ വെള്ളം കയറുന്നത് പോലെയാണ്. ശ്വാസകോശം എന്തിനു വേണ്ടിയാണ്? വായുവിന് വേണ്ടിയുള്ളതാണ്. അത് അണുബാധക്കോ വെള്ളത്തിനോ വേണ്ടിയല്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് ന്യൂമോണിയ എന്നതിനെക്കുറിച്ചും ന്യൂമോണിയ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട് അപകടകരമാണ് എന്നതിനെക്കുറിച്ചും വീട്ടിൽ തന്നെ രോഗവും വെച്ച് കാത്തിരിക്കുന്നത് എപ്പോഴാണ് അപകടകരമായി പോകുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചത്. ന്യൂമോണിയ എന്നാൽ നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടാവുന്ന അണുബാധയാണ്. നമുക്ക് സാധാരണയായിട്ട് എന്താ സംഭവിക്കുക? നമ്മുടെ വായുവിൻ്റെ അറകൾ, ആൽവിയോലി, ഇത് നിറയെ കാറ്റാണ് നിറഞ്ഞു നിൽക്കുക. എന്നാൽ ന്യൂമോണിയയിൽ എന്താ ചെയ്യുക? അതിൽ വെള്ളം അല്ലെങ്കിൽ ചലം നിറഞ്ഞു നിൽക്കും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് കുറയും. ഒരു നനഞ്ഞ സ്പോഞ്ചിലൂടെ ശ്വാസം എടുക്കുന്നൊരവസ്ഥ. ന്യൂമോണിയയിൽ സാധാരണ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നല്ല വിറയലോട് കൂടിയ പനി, കഫത്തോടൊപ്പമുള്ള ചുമ, ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുക, ശക്തമായിട്ടുള്ള ശ്വാസം മുട്ടൽ, അമിതമായിട്ടുള്ള ക്ഷീണം. സാധാരണ പനി നമ്മളോട് പറയൂ വിശ്രമിക്കണം. ന്യൂമോണിയ പനി പറയൂ കിടന്നോളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കിടത്തിക്കളയുമെന്ന്. ന്യൂമോണിയ കൂടുതൽ അപകടകരമായി മാറുന്നത് ആർക്കൊക്കെയാണ്? ഒന്ന്, ഒരുപാട് പ്രായമായ വയോധികരിൽ, പ്രമേഹ രോഗികളിൽ, ആസ്തമ, COPD ഉള്ളവർ, പുകവലിക്കുന്ന ആൾക്കാർ, പ്രതിരോധ ശക്തി കുറഞ്ഞവർ. ഇവരിൽ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന വാതിലുകൾ പോലെയാണ്, അടച്ച വാതിലുകളല്ല ന്യൂമോണിയക്ക്. ഈ ന്യൂമോണിയ ഉള്ള ഒരാൾക്കാർക്ക് ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കണം. വിശ്രമത്തിൽ ഇരിക്കുമ്പോഴും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, പനി എത്രയായിട്ടും കുറയുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഉറക്കം തടസ്സപ്പെടുത്തുന്നു, ചുണ്ടുകൾ, നഖങ്ങൾ അവക്ക് നീല നിറമായി മാറുന്നു, വേഗത്തിലുള്ള ശ്വാസം, ഓക്സിജൻ കുറഞ്ഞു പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ധനമില്ലാതെ ജനറേറ്റർ ഓടിക്കുന്നത് പോലത്തെ അവസ്ഥയായിരിക്കും. അതാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ന്യൂമോണിയയെക്കുറിച്ച് നമുക്കിടയിൽ ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. ന്യൂമോണിയ വയസ്സായവർക്ക് മാത്രമേ വരുള്ളൂ, എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് കഴിച്ചാലും കുറഞ്ഞോളൂ, ചുമ കുറഞ്ഞാൽ രോഗം മാറി. പക്ഷേ സത്യം നമ്മൾ മനസ്സിലാക്കണം, ചുമ കുറയുമ്പോഴും ചിലപ്പോൾ ന്യൂമോണിയ വഷളായേക്കാം. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ അതിനെ കേവലം ഒരു അണുബാധ മാത്രമായിട്ട് കാണരുത് നമ്മൾ. അത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജനും രോഗവും തമ്മിലുള്ളൊരു മത്സരമാണ്. നമ്മൾ വേഗത്തിൽ അതിലിടപെട്ടാൽ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും.